അപ്പോൾ ഈ മാർക്കോയിലെ ഈ ഡിലീറ്റഡ് സീൻസിനകത്ത് ഈ റിയാസ് ഖാൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു വൃത്തികെട്ടവനായിട്ടുള്ള ഒരു പോലീസുകാരനാണെന്ന് മനസ്സിലായേ. ഈ പോലീസുകാരനുണ്ടല്ലോ, ഈ പോലീസുകാരനാണ് ഇതിൻ്റെ കേസ് അന്വേഷിക്കുന്നത്. അറിയാലോ, ടോണി ഐസക്കിൻ്റെ ആൾക്കാർ വന്നിട്ട് അദ്ദേഹത്തെ കൊല്ലുന്നു. ഓക്കെ, കണ്ടോ, ആ തല അങ്ങോട്ട് ഉരുട്ടി അങ്ങോട്ട് വിട്ട് കഴിയുമ്പോഴത്തേക്കും സൈറസൊക്കെ ഞെട്ടുന്നുണ്ടോ? കാരണം അപ്പോൾ നമ്മുടെ മാർക്കോ OTT വന്നിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് വയലൻസ് സീനുകളൊന്നും കൂടുതലായിട്ടൊന്നും ആടിയിട്ടില്ല. അത് കുറേ അമ്മാരെ സൂക്കേട് കാരണം അതെല്ലാം മുറിച്ച് കളഞ്ഞു. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ റിയാസ് ഖാനിൻ്റെ കുറച്ച് സീനുകൾ കട്ട് ചെയ്ത് കളഞ്ഞെന്ന് അവർ പറഞ്ഞിരുന്നല്ലോ. അതിൻ്റെ ഒരു സീൻ അവരിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി പല പല സീനുകൾ ഉണ്ടായിരിക്കാനാണ് സാധ്യത. ഈ ഒരു സീൻ മാത്രമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും അതിൽ ഒരു സീൻ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ലെങ്കിൽ യൂട്യൂബിൽ ക്യൂബ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ചാനലിൽ അവർ ഇട്ടിട്ടുണ്ട്. പോയി കണ്ടതിന് ശേഷം തിരിച്ചു വരിക, എന്നാലേ ഒരുപക്ഷെ മനസ്സിലാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയാസ് ഖാൻ്റെ സീന് ഞാൻ ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു കാര്യം പിടികിട്ടിയത്. അതായത് നമ്മുടെ മാർക്കോയിൽ ലാസ്റ്റ് സീനിൽ, ക്ലൈമാക്സ് സീനിൽ ഒരു തല ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടല്ലോ. ഉണ്ണിമുകുന്ദൻ മാർക്കോ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എറിയുന്നുണ്ട്. ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സൈറസ് ഞെട്ടുന്നുമുണ്ട്. അപ്പോൾ ആ തല റിയാസ് ഖാൻ്റെ ആണെന്ന് എനിക്ക് ഏകദേശം ഉറപ്പായി. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല, കൂടുതൽ ഹിഡൻ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല. ജസ്റ്റ് അവസാനം ആ തല കാണിക്കുന്നത് റിയാസ് ഖാൻ്റെ ആണെന്ന് തോന്നാനുണ്ടായ കാരണം മാത്രം പറയുന്നു. അപ്പോൾ ഈ മാർക്കോയിലെ ഈ ഡിലീറ്റഡ് സീൻസിനകത്ത് ഈ റിയാസ് ഖാൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു വൃത്തികെട്ടവനായിട്ടുള്ള ഒരു പോലീസുകാരനാണെന്ന് മനസ്സിലായേ. കാരണം എന്താ പറ്റിയെന്ന് ഇവർ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ പെങ്കൊച്ച് പറയുന്നത് തന്നെ ബസ്സേ വെച്ച് 2-3 പേര് ആ കുട്ടിയെ കയറി പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാർ ഒന്ന് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിലൊക്കെയോ ഒന്നും പറഞ്ഞാണ് ഉണ്ണിമുത്തൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ബാക്കി സംഭവം. റിയാസ് ഖാൻ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും അത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഒരു സ്റ്റണ്ട് നടക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പോൾ ഡിലീറ്റഡ് സീനിൻ്റെ കാര്യം നമുക്ക് വിടാം. ഇനി നമുക്ക് നേരെ സിനിമയിലേക്ക് വരാം. സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പോലീസുകാരനുണ്ടല്ലോ, ഈ പോലീസുകാരനാണ് ഇതിൻ്റെ കേസ് അന്വേഷിക്കുന്നത്. അറിയാമല്ലോ, ഈ പോലീസ് ഉദ്യോഗസ്ഥനെ നല്ലൊരു ഓഫീസറായിട്ടാണ് ഇതിൻ്റെ അത് കാണിക്കുന്നത്. അതായത് കറകളഞ്ഞ നല്ലൊരു ഓഫീസർ. ഈ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയ കാര്യങ്ങൾ, അതായത് ഒരു യൂട്യൂബറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ തെളിവുകൾ മേലുദ്യോഗസ്ഥനെ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട്. മേലുദ്യോഗസ്ഥൻ ഈ പെൻഡ്രൈവ് എടുത്തിട്ട് നേരെ വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ട് ഇടും. അതിന് ശേഷം പിന്നെ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ടോണി ഐസക്കിൻ്റെ ആൾക്കാർ വന്നിട്ട് അദ്ദേഹത്തെ കൊല്ലുന്നു. ഓക്കെ, അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥനെ കൊന്നതിന് ശേഷം ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സ്ഥാനത്ത് പുതുതായിട്ട് വരുന്ന ഓഫീസറാണ് ഈ റിയാസ് ഖാൻ. അപ്പോൾ ഈ റിയാസ് ഖാൻ ആട്ടെ ഈ പറഞ്ഞ ഈ ടോണി ഐസക്കിൻ്റെ ഫാമിലിയായിട്ട് ഇവരൊരൊറ്റ കൈയാണ്, മനസ്സിലായോ? അപ്പോൾ ഇവർ നടത്തുന്ന ഇല്ലീഗൽ പരിപാടിക്കെല്ലാം കൂട്ടി നിൽക്കുന്നതും റിയാസ് ഖാനാണ്. ഈ മാർക്കോ സിനിമയുടെ അവസാന ഭാഗത്ത് നമ്മുടെ സൈറസ് എന്ന് പറഞ്ഞ വില്ലനും എല്ലാവരും കൂടെ കൂടിയിട്ട് മാർക്കോയുടെ ഫാമിലി കയറി പണിയുമല്ലോ. ഈ പണി കഴിഞ്ഞിട്ട് ഇവർ പോയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത്, ഒന്നെങ്കിൽ റിയാസ് ഖാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥനാണല്ലോ, ഇത് തിരക്കാനോ എല്ലാ കാര്യത്തിനും മാർക്കോയുടെ വീട്ടിലേക്ക് വരുന്നു, അല്ലെങ്കിൽ മാർക്കോ പിന്നീട് ഇവർക്ക് പകരം ചോദിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കാണുകയോ അങ്ങനെ എന്തോ ഒന്ന് സംഭവം നടന്നിട്ടുണ്ട് ഇതിനിടയ്ക്ക്. അപ്പോൾ ഇവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുന്നു. മാർക്കോയ്ക്ക് ഓൾറെഡി മനസ്സിലായല്ലോ ഇവൻ അവരുടെ കൈയാണെന്ന്. അപ്പോൾ ആ കലിപ്പിന് ഇവൻ്റെ തല വെട്ടുന്നു, റിയാസ് ഖാൻ്റെ തല വെട്ടുന്നു. തല വെട്ടിയിട്ടാണ് ആ തലയും കൊണ്ടാണ് ഈ മാർക്കോ നേരെ ആ ഗോഡൗണിലേക്ക് അവസാന ഫൈറ്റ് സീനിൽ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ അവസാനത്തെ ഈ ഗോഡൗണിലെ ഈ ഫൈറ്റ് സീനിൽ ഈ തലയും കൊണ്ടാണ് മാർക്കോ നേരെ അവിടെ ചെല്ലുന്നത്. കണ്ടോ, ആ തല അങ്ങോട്ട് ഉരുട്ടി അങ്ങോട്ട് വിട്ട് കഴിയുമ്പോഴത്തേക്കും സൈറസൊക്കെ ഞെട്ടുന്നുണ്ടോ? കാരണം അവരുടെ മെയിൻ ഒരു കൈയായിരുന്നു അത് റിയാസ് ഖാൻ എന്ന് പറയുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ തല മൊട്ടയടിച്ചതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും ഒരു വാശിയോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ട് പുള്ളി തല മൊട്ടയടിച്ചതാണോ എന്നും അറിയത്തില്ല. എന്നാലും റിയാസ് ഖാൻ്റെ സീൻസ് ഒരുപാടുണ്ട്. ഈ ഒരു സീൻ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് മൊത്തം കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു ഈ ഒരു സീനൊക്കെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഈ സീൻ കണ്ടിട്ട് അത്ര വലിയ ബെറ്ററായിട്ട് തോന്നുന്നില്ല. മാർക്കോ എന്ന് പറഞ്ഞ അത്രയും കൊടൂരനായിട്ടുള്ള ഒരു വ്യക്തി ഈ കാമുകിയുടെ ഒരു നിസ്സാര പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു സുഖമില്ലായ്മ. അതായത് പുള്ളി അത്രയും വലിയ പവറുള്ള ഒരാളാണല്ലോ, അത്ര കൊടൂരനായിട്ടുള്ളൊരു വ്യക്തിയാണല്ലോ മാർക്കോ. അപ്പോൾ പുള്ളി ഈ ചീള് കേസിലൊക്കെ ഇടപെടുക എന്നൊക്കെ പറയുമ്പോൾ അതിന് ആ സിനിമയുടെ ഒരു ഫ്ലോ നഷ്ടപ്പെടുന്ന പോലെ തോന്നി ഈ സീൻ കണ്ടു കഴിഞ്ഞപ്പം. ഒന്നെങ്കിൽ ഈ സീൻ ഉൾപ്പെടെ വേണം റിയാസ് ഖാൻ്റെ പോർഷൻസ് കാണിക്കാൻ. പക്ഷേ ഈ സീൻ ബോറായതുകൊണ്ട് ഈ സീൻ മാത്രമായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കണക്ഷനും കിട്ടത്തില്ല. അതുകൊണ്ട് റിയാസ് ഖാൻ്റെ ഫുൾ പോർഷൻസ് എടുത്ത് കളയേണ്ടി വന്നു. അതാ സംഭവം എന്ന് എനിക്ക് തോന്നുന്നത്.
എന്തായാലും ഈ ഡിലീറ്റഡ് സീനും ആ മാർക്കോയുടെ ലാസ്റ്റ് കാണിക്കുന്ന തലയും കൂടെ ചുമ്മാ ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കഥയാണ്. ഇത് എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു പക്ഷേ ആ സിനിമ ഫുള്ള് ശരിക്കും ഒന്ന് കുത്തിയിരുന്ന് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അതിന് ഞാൻ മെനക്കെട്ടില്ല, ജസ്റ്റ് ഒന്ന് തോന്നിയ കാര്യം ജസ്റ്റ് നിങ്ങളോടൊന്ന് പറഞ്ഞു, അത്രമാത്രം.